പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്ന എന്തൊരു വേദനയാണല്ലേ. UAE വെച്ച് മരണം സംഭവിച്ചാൽ എന്ത് ചെയ്യും? ദുബായ് ഹെൽത്ത് അതോറിറ്റി പുതിയ ജബർ സിസ്റ്റം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം കുടുംബങ്ങൾക്ക് ഇന്ത്യയിലേക്ക് റീപാട്രിയേഷൻ അഥവാ മൃതദേഹം കൊണ്ടുപോകാനോ ഇവിടെ സംസ്കരിക്കാനോ തീരുമാനമെടുക്കാം. ജബർ എന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ മരണാനന്തര രേഖകളെല്ലാം നേടിയെടുക്കാൻ പറ്റിയ ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഏത് രീതിയിലുള്ള മരണമാണെങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് ഗവൺമെന്റ് ഓഫീസർ ഇതിന്റെ ചുമതലയിലുണ്ടാവും. വളരെ വൈകാരികമായിട്ടുള്ള ഇത്തരം നിമിഷങ്ങൾ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഇത് കുറെ കൂടി സുതാര്യവും എളുപ്പമാണ്. ജബർ സിസ്റ്റം പ്രകാരം എമിറാത്തി ഫാമിലീസ് ആണെങ്കിൽ 3 ദിവസത്തെ അനുശോചനത്തിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കും. റെസിഡന്റ് ആണെങ്കിൽ സമീപത്തെ സംഘടനകളും ആരാധനാലയങ്ങളും ചേർന്ന് അനുശോചന ക്രമീകരണങ്ങൾ സെറ്റ് ചെയ്യും. 130-ലധികം ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് സഹായിക്കും. 230 സ്കൂൾ കൗൺസിലർമാർ കുട്ടികളെ മാനസികമായി പിന്തുണയ്ക്കും. ശ്മശാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മാന്യമായ സ്വകാര്യതയുള്ള കാര്യക്ഷമമായ ക്രിമേഷനും പുതിയ ജബർ സിസ്റ്റം ഉറപ്പാക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ സംബന്ധിച്ചും ജബർ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഫാമിലീസിനെ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കും. 2, ഇന്ത്യൻ എംബസി കോൺസുലേറ്റിൽ അറിയിക്കുക. റീപാട്രിയേഷന് വേണ്ടിയിട്ട് പേപ്പർ വർക്ക് അവർ സഹായിക്കും. 3, സേഫ് ആയിട്ട് ബോഡി നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് NOC നേടുക. 4, ശരീരം പ്രിസർവ് ചെയ്യാനായിട്ട് UAE നിയമപ്രകാരം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫ്യൂണറൽ സർവീസിൽ നിന്ന് ബോഡി എംബാമിങ് ചെയ്യുക. 5, ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഒരുക്കുക. കാർഗോ ഫ്ലൈറ്റ് വഴി ഇന്ത്യയിലേക്ക് ബോഡി നമുക്ക് അയക്കാം. UAE ലേബർ ലോ പ്രകാരം മരണപ്പെട്ടത് എക്സ്പാട്രിയേറ്റ് എംപ്ലോയി ആണെങ്കിൽ ജീവനക്കാരന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എംപ്ലോയർ ആയിരിക്കും. ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ കസ്റ്റംസ് ആൻഡ് പോലീസ് ക്ലിയറൻസ് കഴിഞ്ഞ് ബോഡി ഫൈനൽ റൈറ്റ്സിന് കൊണ്ടുപോകാം. ദുബായിലെ ജബർ സിസ്റ്റം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. UAE അപ്ഡേറ്റ്സുമായിട്ട് ഇനിയും ഞാൻ ഈ പേജിൽ വീഡിയോസുമായിട്ട് വരും. സ്റ്റേ ട്യൂൺ.